ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്കാണ്ട് പോയാലോ? ഇന്ന് രാവിലെ നമുക്ക് പുട്ടായിരുന്നു കേട്ടോ. പുട്ട് ഇതേപോലെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക ചിരട്ടപ്പുട്ട് കേട്ടോ. പക്ഷെ അടിപൊളിയായിട്ട് കിട്ടി. അങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷം. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിറച്ചും തിരുമ്പാണ്ടായിരുന്നു. തിരുമ്പാ മീൻസ് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഒരു ദിവസം തിരുമ്പാഞ്ഞപ്പോഴേക്കും ഒരു കൊട്ട തുണിയായി. അപ്പോൾ അതൊക്കെ പാടെ കൊടുന്ന് തിരുമ്പി കുളിയൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിക്കാൻ നിന്നു. ഇത് വെറുതെ ഈ ചുരങ്ങ അങ്ങനെ എന്താ പറയുക, പച്ചമുളക് മാത്രം ചീന്തിയിട്ടിട്ട് വെക്കില്ലേ, അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ. ഇന്നലെ ഞാൻ മാവേലി സ്റ്റോറിൽ സപ്ലൈക്കോയിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ സബ്സിഡി ഉള്ള എണ്ണയാണ് കേട്ടോ. നമ്മുടെ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയില്ലേ. സബ്സിഡി 1/2 ലിറ്ററിന് സബ്സിഡി ഉള്ളൂ തോന്നുന്നു. 1/2 ലിറ്ററിൻ്റെ പൈസ അവരെടുക്കുകയും ചെയ്യും. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലടിക്കാൻ പോകുമ്പോൾ അതിലും വലിയ കോമഡി ആയിരുന്നു. ഏട്ടൻ്റെ കയ്യിൽ പൈസയൊക്കെ തന്നിട്ട് 9:30 ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. എത്തിക്കഴിഞ്ഞപ്പോൾ പൈസയൊക്കെ തന്നിട്ട് പോയി. നോക്കുമ്പോൾ ബില്ല് വന്നപ്പോൾ 1230 രൂപയുടെ ആയി കേട്ടോ. സംഭവം എൻ്റെ കയ്യിൽ കറക്റ്റ് 1230 രൂപയുള്ളൂ, അല്ല 200 രൂപയുള്ളൂ. ബാക്കി ഏട്ടൻ പൈസ അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തത് കേട്ടോ. ഞാനാണെച്ചാൽ ഫോണും കൊണ്ടുപോയില്ല. ഇവരാണെച്ചാൽ ബില്ലും അടിച്ചു. സാധനങ്ങൾ മാറ്റി വയ്ക്കാനുള്ള സമയം തന്നില്ല. ബില്ലും അടിക്കൽ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ കുട്ടീനെ വിളിച്ച് പഠിക്കാൻ വേണ്ടി ഫോൺ കൊടുത്ത് പോയതല്ലേ, അപ്പോൾ മോനെ വിളിച്ചിട്ട് അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അയച്ചിട്ടൊക്കെയാണ് ഞാൻ പൈസ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ 9:30 ആകുമ്പോൾ അവിടെ വന്ന് നിന്നിട്ട് അങ്ങനെ നിൽക്കല്ലേ. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി അവിടുന്ന്. അങ്ങനെ വർത്താനം പറഞ്ഞ് നോക്കുമ്പോൾ ഒരു 30 വയസ്സ് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ എല്ലാവരുടെയും അവസ്ഥ ഒരേപോലെ തന്നെയാണ് കേട്ടോ. ബോറടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ തല പുകഞ്ഞ് നമുക്ക് ചെയ്യാൻ പണികളൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവരും ചോദിക്കുക എന്താ പണി, വീട്ടിലിരിക്കുകയല്ലേ, അങ്ങനത്തെ ഒരു ചോദ്യം എല്ലാവരുടെ നിന്നും വരും. പണികളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു സന്തോഷം. ഏത് സമയവും ഇങ്ങനെ വീട്ടിലത്തെ പണികൾ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ വലിയ ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ എല്ലാവർക്കും ഏകദേശം ഒരേ കഥകളൊക്കെ തന്നെ പറയാനുണ്ടാവുക കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ബോറടി മാറ്റാൻ വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ബോറടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളും ഇങ്ങനെ ചെറിയ വർക്കിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ എന്തോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളെ പരിചയപ്പെട്ടു. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുക ചെയ്തത് അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എല്ലാം പാത്രത്തിലൊക്കെ ആക്കി വെച്ചു കേട്ടോ. ബാക്കി ഇങ്ങനെ 2 പാക്കറ്റ് വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ ഒരു പാക്കറ്റ് മാത്രം എടുത്തിട്ട് ഡപ്പയിലിട്ടിട്ടുള്ളൂ. ബാക്കി ഞാൻ കവറിൽ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് വയ്ക്കുക ചെയ്തത്. പിന്നെ അങ്ങനെ ബാക്കി പഞ്ചസാരയൊക്കെ വന്നത് ആ കവറിൽ തന്നെ ഇട്ടിട്ട് ഒന്നും കൂടി ഉരുക്കി വെച്ചു കേട്ടോ. ഈ എറുമ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചു. ബാക്കിയുള്ളത് കയ്യിൽ കൊള്ളാത്ത സാധനങ്ങൾ ഇങ്ങനെ ജനലിൽ കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കവറുകൾ ബാക്കിയുണ്ടായിരുന്നു. ആ കവറുകളൊക്കെ പാടെടുത്തിട്ട് നമ്മുടെ ഹരിതകർമ്മസേന ചേച്ചിമാർ വരില്ലേ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രമ്മിലിട്ട് വയ്ക്കുക ചെയ്യാറുണ്ട്. ഞാൻ ആ ഒരു വരാറാകുമ്പോൾ ഒക്കെ പാടെടുത്തിട്ട് കവറിൽ കെട്ടിയിട്ട് കൊടുത്തയക്കും കേട്ടോ. ഇതിൻ്റെ അടുത്ത് നമ്മുടെ 2-3 മാക്സിയാണ്. ഇറക്കം കൂട്ടാനും അതേപോലെ ഒന്ന് ഷേപ്പാക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്ന് ഇരുന്നടിച്ചു. രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ, അവരിട്ടോട്ടെ, വേഗം ഓണമൊക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ അവർക്കാണ്ട് അടിച്ചു കൊടുക്കുക വിചാരിച്ചിട്ട് ഇരുന്നു കേട്ടോ. തുണിയടക്കിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു മുട്ടായിയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ തുണിയടക്കിൽ കഴിഞ്ഞപ്പോൾ ഒരു മത്തങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അത് എടുത്ത് കഴിച്ചു. പിന്നെ ഇത് ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ തൂക്കാൻ പറ്റിയത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനമാണ്, വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ വലിയ ആൾക്ക് കിട്ടിയ മെഡലുകളാണ് കേട്ടോ. അതൊക്കെ ഓടിയിട്ട് ഓട്ട മത്സരത്തിനൊക്കെ ഫസ്റ്റ് കിട്ടിയതിൻ്റെ മെഡലുകളാണ്. ഇത് നല്ല പശയൊക്കെ ഉണ്ട് കേട്ടോ. അത് വാങ്ങിക്കാൻ പറ്റുന്നവരാണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ. ഇങ്ങനെ
ഫോട്ടോസും ഫ്രെയിമുകളൊക്കെ തൂക്കാൻ നല്ല ബലമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തൂക്കി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പൊക്കവട ഉണ്ടാക്കി കേട്ടോ. ചായക്കടയിലൊക്കെ കിട്ടില്ലേ പൊക്കവട, അതുണ്ടാക്കി. അപ്പോൾ അതിൽ അരിപ്പൊടിയാണ് ഇടേണ്ടത്. അരിപ്പൊടിയും കടലമാവും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ. പുട്ടുപൊടിയാണ് ഉണ്ടായിരുന്നത് ഇവിടെ. കുറച്ച് അരിപ്പൊടിക്ക് പകരം ഞാൻ പുട്ടുപൊടി ഇട്ടു കേട്ടോ. 2 സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതിൽ. പിന്നെ അതൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടികൾ അവിടെ അങ്ങനെ എന്തൊക്കെയോ വറുത്താർക്കൊക്കെയാണ് കേട്ടോ. പുളിങ്കുരി എന്തോ വറുത്തായിരുന്നു, അതൊക്കെ മുറ്റത്തിട്ടിട്ടുണ്ട്. പിന്നെ മുറ്റത്തിൻ്റെ അപ്പുറത്ത് തന്നെ കുറച്ച് പൊന്തയൊക്കെ കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ, പുല്ലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പുല്ല് വെട്ടുന്ന ആൾക്കാർ വന്നിട്ട് വെട്ടുക ചെയ്യാറ്. അപ്പോൾ അവർ വന്ന് വെട്ടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും മുളച്ചിറക്കണം പുല്ലുകളും കൊണ്ട് ഞാൻ തോറ്റു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിന്നു കേട്ടോ. അത് വൃത്തിയാക്കണതിൻ്റെ ഇടയിലാണ് ഒരു ചേരസാറ് അതാ പൊട്ടിക്ക് പോണു. അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. എൻ്റെ നടു പോയെങ്കിലും ഒക്കെ വൃത്തിയായി കിട്ടി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.